Welcome to our Fishing Man videos. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആർട്ടിമിയെ ഹാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതിന് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സിസർ കട്ട് ചെയ്യാനായിട്ട്, അതുപോലെ കുറച്ച് സിലിക്കോൺ വേണം നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ആവശ്യമുള്ളത് അക്വേറിയത്തിൻ്റെ എയർ പമ്പിൻ്റെ പൈപ്പാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചെറിയ കണക്ടർ വേണം, റെഗുലേറ്റർ, സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതുപോലെ ഒരു നോർമൽ കണക്ടറും നമുക്ക് ആവശ്യമാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള സ്റ്റിക്കറൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. നമുക്ക് ഏകദേശം ഒരു ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ഇത്രയും മതി. ഇവിടെ വെച്ച് നമുക്ക് അതൊന്ന് കറക്റ്റ് ലെവലിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് അതിൽ നമുക്കൊരു ഹോൾ ഇട്ടിട്ട് അതിലൂടെയാണ് നമ്മൾ എയർ പമ്പ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതിന് നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ നോക്കിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മറ്റേ കണക്ടർ വെച്ച് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഒരുപാട് വലുപ്പമില്ലാത്ത രീതിയിൽ കറക്റ്റ് ടൈറ്റിൽ നമുക്ക് ഈ കണക്ടർ കയറാവുന്ന രീതിയിൽ വേണം നമുക്ക് ഹോൾ ഇടാനായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കറക്റ്റ് ലെവലിൽ നമ്മളായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫിക്സ് ചെയ്യേണ്ടതായിരുന്നു. വാട്ടർ ലീക്കേജ് ഉണ്ടാവാതിരിക്കാനായിട്ട് ഞാനിവിടെ സിലിക്കോണാണ് ഉപയോഗിക്കുന്നത്. സിലിക്കോൺ വെച്ച് നമുക്കിതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് രണ്ട് സൈഡിൽ നിന്ന് നമുക്കിത് സിലിക്കോൺ വെച്ച് കൊടുക്കാം. കാരണം ലീക്കേജ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് 24/7 ആയിട്ട് നമ്മളിതിങ്ങനെ മോട്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലീക്കേജ് ഉണ്ടാവാതെ നമുക്ക് രണ്ട് സൈഡിലും സിലിക്കോൺ വെച്ച് നല്ല രീതിയിൽ ഫിക്സ് ചെയ്യണം. ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലേക്ക് ഈ ക്യാപ്പ് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിനുശേഷം ഈ ക്യാപ്പിൻ്റെ അത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന കണക്ടറിലേക്ക് നമുക്ക് ഈ ഒരു കണക്ടർ നമുക്ക് ജോയിൻ ചെയ്യാനുണ്ട്. അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ചെറിയ പീസ് പൈപ്പിൻ്റെ കഷ്ണം നമ്മൾ ആദ്യം ഈ കണക്ടറിലേക്ക് ഫിക്സ് ചെയ്യുകയാണ്. ഇതുപോലെ നല്ല രീതിയിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മറ്റേ അറ്റം മുറിച്ച് ഒരു ചെറിയ പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു പീസ് വെച്ചാണ് നമ്മുടെ ബോട്ടിലും അതുപോലെ നമ്മുടെ റെഗുലേറ്ററും നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ആ ഭാഗത്തു നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആർട്ടിമിയെ നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ചെറിയ ഷോർട്ടായിട്ട് അവിടെ ഒരു പൈപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എയർ പമ്പ് കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിനി ഇത് ഹാങ് ചെയ്തിടാനായിട്ട് ഇവിടെ ഒരു ഹോൾ കുറച്ചിട്ട് നമുക്ക് അവിടെ ഒരു ടൈ വെച്ച് നമ്മൾ ഫിക്സ് ചെയ്യണം. അതിലാണ് നമ്മൾ ഹാങ് ചെയ്തിടുന്നത്. അതിന് രണ്ട് സൈഡിലും ഞാനൊരു ചെറിയ ഹോൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ രണ്ട് സൈഡിലും നമുക്ക് നല്ല ഹോൾ കൊടുത്തതിന് ശേഷം ഒരു ടൈ വെച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലെയാണ് ഇത് ഹാങ് ചെയ്തിടാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് എല്ലാം ഇതും കൂടി ഫിക്സ് ചെയ്ത് നമ്മുടെ സെറ്റപ്പ് റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ക്യാപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ എയർ പമ്പ് നമുക്ക് കണക്ട് ചെയ്യണം. അതോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സെറ്റപ്പ് എല്ലാം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഞാനിവിടെ ഹാങ് ചെയ്തിട്ടുണ്ട്. സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതുപോലെയാണ് എൻ്റെ സെറ്റപ്പ്. വയറ് പൈപ്പ് ഇങ്ങനെ വന്നിട്ട് നമ്മുടെ ബോട്ടിലിന് മുകളിലായിട്ടാണ്, ഒരുമാതിരി അത്യാവശ്യം നല്ല രീതിയിൽ മുകളിലായിട്ടാണ് ഞാൻ എയർ പമ്പ് വെച്ചിരിക്കുന്നത്. കാരണം കറണ്ട് എങ്ങാനും പോയാൽ മോട്ടറിലേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, റിട്ടേൺ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കണം. 1 ലിറ്റർ വെള്ളത്തിന് 30 ഗ്രാം കല്ലുപ്പ് എന്നാണ് അളവ്. അപ്പോൾ ഞാൻ ഇത്രയാണ് ഇവിടെ ഇടുന്നത്. ഇത്രയും കല്ലുപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ എയർ പമ്പ് നമ്മൾ ഓണാക്കി കഴിയുമ്പോൾ നമുക്ക് കാണാം ഇതിലൂടെ ബബിൾസ് വരുന്നതായിട്ട്. ഇതുപോലെ ബബിൾസ് നമ്മൾ 24 മണിക്കൂർ ഈ ബബിൾസ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ ആർട്ടിമിയ ഹാച്ചായിട്ട് നമുക്ക് ആർട്ടിമിയ കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്ന എക്സ് ആർട്ടിമിയയുടെ. ഇത് നമുക്ക് 90 രൂപ മുതൽ 120 രൂപ വരെയുള്ള ചെറിയ ബോട്ടിലുകൾ നമുക്ക് എല്ലാ അക്വേറിയം ഷോപ്പിലും ലഭ്യമാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഒരുപാട് ഫിഷസും കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഒരുപാട് ഫീഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് ഇടുക. ഞാനിവിടെ കുറച്ചാണ് ഇടുന്നുള്ളൂ. അതനുസരിച്ച് നമ്മൾ ഇതിങ്ങനെ 24 മണിക്കൂർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ബബിൾസിൽ ഇങ്ങനെ കിടന്ന് ഇത് ഹാച്ച് ആയിക്കോളും. അപ്പോൾ 24 മണിക്കൂറിന് ശേഷം നമുക്ക് നമ്മുടെ ആർട്ടിമിയ ഹാച്ച് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. 24 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ എയർ പമ്പ് നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റെഗുലേറ്ററിൽ ഇത് ഓഫ് ചെയ്ത് വെക്കണം. കാരണം താഴത്തേക്ക് വെള്ളം പോകാതിരിക്കാനായിട്ട് നമ്മളിത് ഓഫ് ചെയ്തു. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിനി വെട്ടം അടിച്ച് നോക്കാം ഇതിൻ്റെ അകത്ത് ആർട്ടിമിയ എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾക്ക് ഇവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഇതിലൂടെ തരി പോലെ ഓടി കിടക്കുന്നതാണ് നമ്മുടെ ആർട്ടിമിയ. മുകളിൽ ഹാച്ച് ആവാത്ത എഗ്സും അതുപോലെ ബാക്കിയുള്ള ഷെല്ലും മുകളിൽ അടിഞ്ഞിട്ടുണ്ട്. താഴെയാണ് നമ്മുടെ ആർട്ടിമിയ വന്ന് നിൽക്കുന്നത്. സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ ഓടി നടക്കുന്നതെല്ലാം ആർട്ടിമിയയാണ്, ഹാച്ച് ആയിരിക്കുന്ന ആർട്ടിമിയകളാണ് ഇതെല്ലാം. ഇനി നമുക്കിത് കളക്ട് ചെയ്യാനായിട്ട് ഒരു പേപ്പറിൻ്റെ കഷ്ണം വെച്ച് നമ്മൾ ഈ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. അടിയിൽ കുറച്ച് സ്പേസ് വെച്ചതിന് ശേഷം ബാക്കി നമ്മൾ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കാരണം അതൊരു ഇരുട്ട് പോലെ വെട്ടം പ്രകാശം കയറാത്ത രീതിയിൽ നമ്മൾ ആക്കുന്നതാണത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടോർച്ച് വെച്ച് നമ്മളിതിൻ്റെ ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ടോർച്ച് വെച്ച് ലൈറ്റ് അടിച്ചു കൊടുക്കും. അപ്പോൾ ഈ ലൈറ്റിലേക്ക് എല്ലാ ആർട്ടിമിയും വന്ന് ഇങ്ങനെ സൈഡിലേക്ക് വന്ന് ചേരും. നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ആർട്ടിമിയ നമ്മുടെ വെട്ടത്തിലേക്ക് വരുന്നതായിട്ട്. അതിനുശേഷമാണ് നമ്മളിത് കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇവിടെ സൂക്ഷിച്ചു നോക്കിയാൽ കാണാം വെട്ടത്തിലേക്ക് എല്ലാ ആർട്ടിമിയകളും നീങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ക്യാപ്പിൻ്റെ ആ സൈഡിലേക്ക് വന്ന് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് കണക്ടർ നമ്മൾ അവിടെ നിന്ന് ഡിസ്കണക്ട് ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഡിസ്കണക്ട് ചെയ്യും. ഈ ഭാഗം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ട് അവിടെ നിന്നാണ് നമ്മൾ ആർട്ടിമിയ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ ഈ ഫിഷിനേക്ക് ഇടുന്ന ചെറിയൊരു ജാറുണ്ടല്ലോ, അതിലാണ് ഞാനിവിടെ ആർട്ടിമിയ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഇത് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വരുന്ന വെള്ളത്തിലൂടെ നമുക്ക് ആർട്ടിമിയ കിട്ടും. നമുക്കിത് നന്നായിട്ട് ആവശ്യാനുസരണം നമ്മൾ എടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമ്മൾ അങ്ങനെ തന്നെ പമ്പ് ഓൺ ആക്കിയിട്ടായിരുന്നു നമുക്ക് പിന്നീട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിങ്ങനെ കളക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇത് കളക്ട് ചെയ്ത ആർട്ടിമിയാണ്. നമ്മൾ ജാറിൽ വെട്ടടിച്ച് കഴിയുമ്പോൾ കാണാം, തീരെ സൂക്ഷിച്ച് നോക്കണം. അതിനുശേഷം ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ചെറിയ സിറിഞ്ചിലേക്ക് നമ്മൾ ഇതുപോലെ വലിച്ചെടുക്കുന്നു. ഇതുപോലെ വലിച്ചെടുത്തതിന് ശേഷം നമുക്കിത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ച് എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യും.